Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കാനോണിന്റെ HG-100TBR എന്ന് പറഞ്ഞൊരു ട്രൈപോഡ് ഗ്രിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി ട്രൈപോഡ് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെൽഫായിട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് കുറേ സെൽഫി പോലത്തെ വീഡിയോ നമുക്ക് ട്രൈപോഡിൽ വെച്ച് എടുക്കണം, വീഡിയോ അല്ല ഫോട്ടോസ് ആയാലും എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ കാനോണിൻ്റെ EOS മോഡൽ ക്യാമറാസ് ഉണ്ടെങ്കിൽ കേട്ടോ, മിറർലെസ് ആയാലും നമുക്ക് മിറർലെസ് ആക്ച്വലി മോസ്റ്റ്ലി സപ്പോർട്ടർ വരുന്നത് നമുക്ക് M50യുടെ കൂടെയൊക്കെയാണ് നമുക്ക് ശരിക്കും കറക്റ്റ് സപ്പോർട്ട് ഇതിനോട് ബണ്ടിൽ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈപോഡ് വിത്ത് ബ്ലൂടൂത്ത് റിമോട്ടാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാനോണിൻ്റെ ക്യാമറ തന്നെയാണ്, നമ്മുടെ കാനോൺ M50 Mark II. അതിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത് കണ്ടോ. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റി, ഡിറ്റാച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഞാൻ അത് കാണിച്ചാൽ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത ടെസ്റ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൽഫി എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ സോണിയുടെ ക്യാമറയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ട്രൈപോഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സംഭവം ഭയങ്കര അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഫോണിൽ ആപ്പ് ഉണ്ട്, പക്ഷേ അത് ഒരു ഏത് നേരം ഡിസ്കൗണ്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതിലൊക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ എടുക്കാൻ നിൽക്കണം. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ സോണിയുടെ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന സോണിയുടെ സംഭവം. ഇതിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മുടെ റിമോട്ട് സംഭവങ്ങളൊന്നും. അത് വെച്ച് നോക്കുമ്പോൾ കാനോണിൻ്റെ കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസിനെ പറ്റിയതാണെന്ന് പറയാം. അതിനായിട്ടും പ്രൈസും കുറവാണ് ഇതിന് നമുക്ക് ഇത് ബണ്ടിലായിട്ട് വാങ്ങിക്കുമ്പോൾ അതിനായിട്ടും 10,000 രൂപയ്ക്ക് കിട്ടും. നമ്മൾ കാനോണിൻ്റെ ക്യാമറയുടെ കൂടെ ബണ്ടിലായിട്ട് വാങ്ങിക്കുമ്പോൾ. അല്ലാണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 7,000 ആ റേഞ്ചിൽ, 7,000 താഴെ ആ റേഞ്ചിൽ പ്രൈസ് വരും. അപ്പോൾ സോണി ആണെങ്കിൽ ഓൾമോസ്റ്റ് 10 രൂപ ആ റേഞ്ചും വരും കേട്ടോ. ബിൽ ക്വാളിറ്റി രണ്ടും നല്ല സൂപ്പർ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എങ്ങനെയത് പെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി പെയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ട്രൈപോഡ് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. പക്ഷേ ബിൽ ക്വാളിറ്റി ഒക്കെ സൂപ്പർ തന്നെയാണ്. ഇതാണ് നമ്മുടെ കാനോണിൻ്റെ ട്രൈപോഡ് വരുന്നത്. എൻ്റെ ലോഗോ വരുന്ന നമ്മുടെ റിമോട്ടുമാണ്. ഇത് ആക്ച്വലി നമുക്കിവിടെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ലേൺ വിത്ത് GH നമ്മുടെ ചാനൽ തുടങ്ങിയാണ്. ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എന്താ പറയുക, കാനോണിൻ്റെ HG-100TBR എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനോൺ ട്രൈപോഡ് ഗ്രിപ്പിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ സോണിയുടെ കുറച്ചും കൂടി കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്, പടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പടം ഉണ്ട് ഇത് ആക്ച്വലി EOSൻ്റെ അക്സസറി ആണ്. അപ്പോൾ മുകളിലൂടെ എഴുതിയിട്ടുണ്ട് എൻ്റെ മോഡൽ നെയിമായിട്ടുള്ള HG-100TBR എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിന് സെയിം അതിന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അവരുടെ കുറേ ഭാഷയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ് ആയിട്ട് ഒരു വയർലെസ് റിമോട്ട് കൺട്രോളും അതുപോലെ തന്നെ ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയ്ഡ് ഇൻ തൈവാനാണ്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, ഇത് 2 തൈവാനീസാണ്. പിന്നെ എന്താ പറയുക, ഇതിൽ MRP അത്യാവശ്യം 7,000 രൂപയാണ്. നോർമലി ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 6,800 ആ റേഞ്ചൊക്കെയാണ്. നമുക്കിത് എന്താ പറയുക, ആമസോണിൽ അവൈലബിൾ ആണ്, പക്ഷേ ഓവർ പ്രൈസാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാൻ താല്പര്യമൊക്കെ നോക്കട്ടെ. എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ഫുള്ളായി നേരം ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇതിൻ്റെ ബോക്സിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ. ഇതാണ് നമ്മുടെ ഗ്രിപ്പ്. ഒരു നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണത്. നമുക്കിതിൽ റിമോട്ട് ഉണ്ട്, ഡിറ്റാച്ചബിൾ റിമോട്ട് നമുക്ക് ഇതിന് എടുക്കാം. അല്ലെങ്കിൽ റിമോട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ റിമോട്ട് മാത്രം നിങ്ങൾക്ക് ആമസോണിൽ വിലവാണ്, പക്ഷേ 9,000 രൂപയ്ക്കാണ് ഇതിന് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതെനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻറ്റ് സാധനമാണെന്ന് അറിയില്ല. BR-E1 എന്ന മോഡലാണ് നമ്മുടെ കാനോണിൻ്റെ EOS ക്യാമറയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ഉണ്ടായാൽ മതി, നമുക്ക് എല്ലാത്തിലും സപ്പോർട്ടാവും. പിന്നെ നമുക്കിവിടെ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ്. നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുന്നതൊക്കെ നമ്മൾ ഈ റിമോട്ട് ഉപയോഗിച്ചാൽ നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സംഭവം ഇല്ലാണ്ട് ശരിയാവില്ല. എന്ന് വെച്ചാൽ ക്യാമറയുടെ ആപ്പൊന്നും അത്ര എന്താ പറയുക കറക്റ്റ് ആക്യുറേറ്റ് അല്ല. ഏതുനേരം ഡിസ്കൗണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞുള്ളത് ഒരു ട്രൈപോഡാണ്. നമുക്ക് ഇങ്ങനെയായിട്ട് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ കണ്ടോ. നമുക്ക് ട്രൈപോഡായിട്ട് ഇതിൻ്റെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറേ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യാം കണ്ടോ. ഇവിടെ അമർത്തിയ സ്വിച്ചാണ്, മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ വേറെ സ്വിച്ച് ഉണ്ട്. ഇവിടെ പോയി ഇതടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ. ഇത് തളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളിലുണ്ട്. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിവിടെ റബ്ബർ ടച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് പെയർ ചെയ്യാൻ നമുക്ക് ഈ റിമോട്ട് വേണം, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയും വേണം. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കാൻ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോണിയുടെ ക്യാമറയിലാണ്. അപ്പോൾ അതിനുണ്ട് അതിന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോണിയുടെ ക്യാമറയുടെ റിമോട്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കിയത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഇതിന് ഒരു 9-10 റേഞ്ച് സംതിങ് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ റേറ്റ് കൂടുതലാണ്, പക്ഷേ നല്ല ബിൽ ക്വാളിറ്റി സംഭവമാണ് ഇതിൽ. പക്ഷേ റിമോട്ട് നമുക്ക് ഉരുടുക്കാനൊന്നും പറ്റില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല. പക്ഷേ സൂപ്പറാണ് നമുക്ക് ഈ സംഭവം. പ്രത്യേകിച്ച് നമ്മൾ സിംഗിളായിട്ട് ഫോട്ടോ എടുക്കുന്നവരോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
അപ്പോൾ നമ്മളെന്തായാലും ക്യാമറ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാമറ നമ്മുടെ M50 Mark II ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ക്യാമറ ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഓഫാണ്. അപ്പോൾ നമുക്കത് ഓഫ് ആക്കാണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വയർലെസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് കൊടുത്തില്ലല്ലോ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം തന്നെ വൈഫൈ ബ്ലൂടൂത്ത് കണക്ഷൻ ഓൺ ആക്കുക. അതായത് നമുക്ക് മോസ്റ്റ്ലി എല്ലാം ഓൺ ആയിരിക്കും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് റീസെറ്റ് കൊടുക്കാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്താണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോണാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കണക്ട് ടു സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അങ്ങനെ കുറേ സെറ്റിങ്സ് വരും. ഇതിൽ നമുക്ക് ലാസ്റ്റായിട്ട് കണ്ടു കണക്ട് ടു വയർലെസ് റിമോട്ട്. അപ്പോൾ ആ സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റിമോട്ട് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത് കണ്ടു. നമ്മൾ അതിൻ്റെ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ആവാൻ ജസ്റ്റ് ആഡ് എ ഡിവൈസ് ടു കണക്ട് ചെയ്തിട്ട് ആഡ് എ ഡിവൈസ് കൊടുക്കുക. ഇത് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവത്തിൻ്റെ ഈ 2 ബട്ടൺ ഉണ്ടല്ലോ, WT എന്ന് പറഞ്ഞ ബട്ടൺ, ഇത് ജസ്റ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലിങ്ക് ആവും. അപ്പോൾ തന്നെ അതിൽ ഓട്ടോമാറ്റിക്കലി പെയർ ആവും. അത്ര ഉള്ള സംഭവം. അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചു. ഇത് നമുക്ക് Canon 50 നമുക്ക് ക്യാമറ ലെൻസിന് ലോക്ക് ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇവിടെ ഇതിങ്ങനെ കണ്ടു. ഇത് നമ്മളിത് അമർത്തി പിടിക്കുക, എന്നിട്ട് ടേൺ ചെയ്യുക. അപ്പോൾ അത് ഓട്ടോ ലോക്കായി കണ്ടോ, ലോക്ക് മാറിപ്പോയി. ഇനി നമുക്ക് സുഖമായിട്ട് എടുക്കാം. പക്ഷേ എന്താ പറയുക, സോണിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇത് ഫോട്ടോ മോഡിലാകണ്ടോ, ഓട്ടോ മോഡിൽ അടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അവിടെ ഒരു ലെൻസ് ഉണ്ട്, കാര്യങ്ങൾ. ഞാനിപ്പോൾ ഔട്ട് ഓഫ് സൂം ഇത് അവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാനിത് അമർത്തി കണ്ടോ, ഞാനത് എന്താ വെച്ചാൽ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് അമർത്തിപ്പോൾ സംഭവം എടുത്തു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ മോഡിലേക്ക് ക്യാമറ ഇടുക. അതിനുശേഷം നമുക്ക് ഇതിന്മേൽ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് ടൈമർ മോഡും ഉണ്ട്, ഇത് മോഡും ഉണ്ട്. അപ്പോൾ ഇത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ വീഡിയോ മോഡായി. 8 മോഡിലേക്ക് കഴിഞ്ഞാൽ സാധാ ഫോട്ടോ മോഡ്. നടുവിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ മോഡ് 2 സെക്കൻഡ് മോഡ് ഇട്ടാം. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ സംഭവം നമ്മുടെ വീഡിയോ മോഡിലേക്ക് പോയി. ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓണായി കണ്ടു. റെക്കോർഡ് മോഡ് ഓണായി. ഇതവണ കൂടെ ലൈറ്റിങ് തുടങ്ങി കണ്ടു. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ സംഭവമാണ്. പക്ഷേ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ സോണിയുടെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഈ സ്വിച്ചും കാര്യങ്ങളൊന്നും സോണിൽ വേണ്ട. നമുക്ക് ഡസ്റ്റ് വീഡിയോ മോഡ് അമർത്തി കഴിഞ്ഞാൽ വീഡിയോ സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു സ്വിച്ച് ഉള്ളൂ, മോഡ് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ വീഡിയോ ഓഫായി കണ്ടു. വീഡിയോ ഓൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ട്, അത് ഫ്ലാഷ് ആവും. അത് നമ്മുടെ M50 പുതിയ വന്നതിന് ഒരു അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ വ്ളോഗേഴ്സിനും ആൾക്കായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യാം. നമുക്കിത് പിന്നെ ഇത് ഈ ലെൻസ് ലോക്ക് ചെയ്യാൻ നമ്മൾ ഈ സംഭവം അമർത്തി പിടിക്കുക കണ്ടു, അല്ലെങ്കിൽ ഇത് ലോക്ക് ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ Canon 50 പുതിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാനത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ സോണി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിത് എനിക്കിത് ബണ്ടിലായിട്ട് കിട്ടിയില്ല. അത് ഞാൻ വാങ്ങിച്ച സമയത്ത് നമ്മുടെ ഇപ്പം നമുക്ക് ആമസോണിലൊക്കെ ബണ്ടിലായിട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മളിടാം. നമുക്ക് അതിൻ്റെ കൂടെ കാനോണിൻ്റെ മൈക്കും കിട്ടുന്നുണ്ട്, ഈ ട്രൈപോഡും കിട്ടുന്നുണ്ട് കേട്ടോ. ബണ്ടിലായിട്ട് കിട്ടുന്നത് ഇതോ തന്നെയായിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും മൈക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അയ്യോ ലോക്ക് ചെയ്തില്ല കണ്ടോ, നമുക്കിത് ലോക്കായി കണ്ടോ, സുഖമായിട്ട് പിടിക്കാം. Canon 50 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾറെഡി ഒരു വ്ളോഗിങ് പോലത്തെ ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സെറ്റപ്പ് വരുന്നത് കണ്ടോ. അത് നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇതിങ്ങനെ വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡാണ്. സ്കിഡ് ആവണ പരിപാടി ഇല്ല. ഇവിടെയൊക്കെ നമുക്ക് സംഭവങ്ങൾ വന്നിട്ടുണ്ട്, റബ്ബർ. അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്വിച്ച് ഉണ്ട്, ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്യാം. ഞാനിതൊന്ന് പൊന്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു വ്യൂ കാണും കണ്ടോ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ വെച്ചാൽ ലോക്കാവും കണ്ടോ. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ വെച്ചു, ലോക്കായി. ഇനി വേണമെങ്കിൽ നമുക്ക് തിരിക്കണമെങ്കിൽ ഇവിടെ ഒരു വേറെ ബട്ടൺ ഉണ്ട്, അത് അമർത്തി പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിക്കാം കണ്ടോ. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിൽ തിരിഞ്ഞാൽ ലോക്കായിക്കോളൂ അവിടെ, പിന്നെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഒരു സൂപ്പർ സാധനം തന്നെ പറയാം. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ റിമോട്ടുകളാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വശം പെയർ ചെയ്ത് കണക്റ്റിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഒരു വശം കണ്ടത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് നമ്മുടെ സോണിൽ സെയിം ആണ്. പിന്നെ അതിൽ നമുക്കൊരു ചെറിയ പെൻസിലാണ് വരുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് ഇഷ്ടം പോലെ ഒരു ബാറ്ററിക്ക് 30 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് അത്യാവശ്യം ലാസ്റ്റിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലേൺ വിത്ത് GS എന്നാണ് ചാനലിൻ്റെ പേര്. കാണാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.